ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സിറ്റി LGSന് ആവശ്യമായിട്ടുള്ള 2023 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മണിമുത്തുകൾ എന്ന് പറയാവുന്ന കറണ്ട് അഫയേഴ്സുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള പോയിന്റ്സുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റ്സും നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. വരുന്ന ഇനിയുള്ള എക്സാമുകൾക്കും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ് അറിയിക്കുക. ഓക്കെ, ഫോബ്സ് മാസികയില് പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരെല്ലാമാണ്? മൊത്തം 3 പേരാണുള്ളത്. 3 കൂട്ടി 4. അപ്പൊ ആരൊക്കെയാണ്? ഏറ്റവും ഒന്നാമത് എത്തിയത് 32ാം റാങ്കോടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ്. അപ്പോ ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലോകത്തിലെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിത ഏറ്റവും ആദ്യം നേടിയത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ്. പിന്നീട് റോഷ്നി നാടാർ മൽഹോത്ര കയറി പറ്റിയിട്ടുണ്ട്. HCL കോർപ്പറേഷന്റെ CEO ആണ് റോഷ്നി നാടാർ മൽഹോത്ര. റോഷ്നി നാടാർ മൽഹോത്ര ആരാണ്? HCL കോർപ്പറേഷന്റെ CEO ആണ്. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ട് സോമ മൊണ്ടാൽ കയറിയിട്ടുണ്ട്. സോമ മൊണ്ടാല് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ആണ്. ഇദ്ദേഹവും കയറിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബയോകോൺ സ്ഥാപകയായ കിരൺ മജൂംദാർ ഷായാണ്. കിരൺ മജൂംദാർ ഷാ. അപ്പൊ ആരൊക്കെയാണ് ഫോബ്സ് മാഗസിനില് ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയത്? ഇന്ത്യക്കാര് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, HCLന്റെ CEO റോഷ്നി നാടാർ മൽഹോത്ര, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മണ്ഡൽ, ദെൻ കിരൺ മജൂംദാർ ഷാ എന്നിവർക്കാണ് എന്ത് കിട്ടിയത്? ഇത് കിട്ടിയത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വെൻഡൈൻ ലൈൻ ആണ് 1ാം റാങ്ക് കിട്ടിയത്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ വനിത ആരെന്ന് ചോദിച്ചാല് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയ ഉർസുല വെൻഡൻ ലൈൻ ആണ്. ഉർസുല വോണ്ടൻ ലൈൻ ആണ്. ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക ഏതിലാണ്? പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിലാണ് ഉയർത്തിയത്. 418 അടിയാണ് ഉയരം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ് ഉയർത്തിയത്? പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയില് 418 അടി ഉയരമാണുള്ളത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ചക്ര 2. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ചക്ര 2? സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ചക്ര 2 എന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3ാം തവണയും നേടിയത് കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടില് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും നേടിയത് ഏത് സ്ഥലമാണ്? കൊൽക്കത്തയാണ്. എവിടെയാണ്? കൊൽക്കത്തയാണ്. അടുത്തത് എന്താണ്? ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത് ദാസിനെയാണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ടിലാണ് ഈ അംഗീകാരം. ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസിനെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിത കഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർ ലാൻഡ്സ് ടു. ഇത് റെയ്സിന ഹില്ലാണ് ഇത് എഴുതിയത്. റെയ്സിന ഹില്ല് ആരാണ്? റൈസിംഗ് ഹില്ല്. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർ ലാൻഡ്സ് ടു റൈസിംഗ് ഹിൽ എന്നതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിത കഥയുടെ പറയുന്ന പുസ്തകം.
ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു? വസുധൈവ കുടുംബകം എന്നായിരുന്നു. ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു? വസുധൈവ കുടുംബകം. 18ാമതെന്ന് എടുത്തു പറയാൻ കാരണം G20 എത്രാമത്തെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ വെച്ച് നടന്നതെന്ന് ചോദിക്കാം. 18ാമത്തെയാണ്. ആപ്തവാക്യം എന്താണ്? വസുധൈവ കുടുംബകം എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താണ്? സംവിധാൻ സദൻ എന്നാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരാണ് സംവിധാൻ സദൻ എന്നത്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൗരവ് ഗാംഗുലി. ആരാണ്? സൗരവ് ഗാംഗുലിയാണ് പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശ്രേഷ്ഠ. ഏതാണ്? ശ്രേഷ്ഠ. അടുത്ത ചോദ്യം ഇതാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയത്? അപ്പോ 126ാം ജന്മവാർഷികം 2023 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകി. ഭാരതത്തിന്റെ ഏതു സേനയുടെ പതാകയാണ് 2023 പുതുക്കിയത്? അപ്പൊ ഭാരതത്തിന്റെ ഏതു സേനയുടെ പതാകയാണ് 2023 പുതുക്കിയത്? വ്യോമസേനയുടേത്. ഏതാണ്? വ്യോമസേനയുടേത്. G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്ന് വരെയാണ്? 2023 നവംബർ 30 വരെയാണ്. 2023 നവംബർ 30 വരെയാണ്. ഡിസംബർ 1 മുതൽ ആ പദവി ആരേറ്റെടുത്തു? ബ്രസീൽ ഏറ്റെടുത്തു. ആരാണ് ഏറ്റെടുത്തത്? ബ്രസീലാണ് ഏറ്റെടുത്തത്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖമായ സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് കുലശേഖരപട്ടണത്താണ്. എവിടെയാണ്? തൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണത്താണ് പുതിയ ബഹിരാകാശ പട്ടണം ഉള്ളത്. പുതിയ കുലശേഖരപട്ടണം എവിടെയാണ്? തൂത്തുക്കുടിയില്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയമം. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ TN ശേഷന്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറങ്ങി. പേര് തകർന്ന ഗ്ലാസിലൂടെ, ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. അപ്പൊ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് അഥവാ തകർന്ന ഗ്ലാസിലൂടെ എന്നത് ആരുടെ ആത്മകഥയാണ്? TN ശേഷന്റേതാണ്. മലയാളിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് TN ശേഷൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്, തകർന്ന ഗ്ലാസിലൂടെ എന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കുസാറ്റ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല.
2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂര്. കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസം. മന്ദഹാസം പദ്ധതി അറിയാലോ, പല്ല് ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. ഇത് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് പുന്നകൈ എന്നാണ്. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെട്ടത് കേരളമാണ്. 13ാമതാണ് കേരളം ഉൾപ്പെടുന്നത്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി.ടി. ഉഷ. പി.ടി. ഉഷ ഒരു നോമിനേറ്റഡ് അംഗമാണ്. ഈ നോമിനേറ്റഡ് അംഗത്തിന് രാജ്യസഭ നിയന്ത്രിക്കാനുള്ള അധികാരം കിട്ടി. അതാർക്കാണ്? പി.ടി. ഉഷയ്ക്കാണ്. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല ഏത്? കോഴിക്കോടാണ്. കോഴിക്കോടാണ് 61ാമത് സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് അടിച്ചത്. താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. അപ്പോൾ ആ സൂചകങ്ങളെല്ലാം പഠിച്ചു വെക്കണം, കാരണം അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയ തീരദല്ലി, അതാ ചന്ദ്രഗിരിയുടെ തീരങ്ങളിലാണ് ആദ്യത്തെ നോവല്. ഐഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയത് ഇവരാണ്. മാധവിക്കുട്ടിയുടെ മനോമി, പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതായത് കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയാണ് സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയാണ് ആര്? സാറ അബൂബക്കർ. അപ്പോൾ പ്രശസ്തയാണ് ചന്ദ്രഗിരിയ തീരദല്ലി, ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ എന്നതാണ് ആദ്യ നോവൽ. ഐഷറ മദല്ലി എന്നത് യാത്രാ വിവരണം. മാധവിക്കുട്ടിയുടെ മനോമിയും പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തു. ആറ്? കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി എന്നറിയപ്പെടുന്ന സാറ അബൂബക്കർ. അടുത്തത് 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ്. മികച്ച കോർപ്പറേഷനായിട്ട് എടുത്തതോ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഒന്നും കൂടി പറയാം. സ്വരാജ് ട്രോഫി 2021-22 കിട്ടിയത് കൊല്ലം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പൊ ശ്രീകുമാരൻ തമ്പിയാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന ആ ബുക്ക് എഴുതിയത്. ആരാണ്? ശ്രീകുമാരൻ തമ്പി. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് എം.പി. രാജേഷാണ്. നിങ്ങൾക്കറിയാം എം.പി. രാജേഷിനെ. എം.പി. രാജേഷാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത്. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. 1923 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പൊ അതിന്റെ 100 വയസ്സ് പൂർത്തിയായത് 2023 മാർച്ച് 30. പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പരീക്ഷയ്ക്ക് ചോദിക്കും. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഏത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്? പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചു. എവിടെയാണ്? ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചു. ഇത് ഏത് നായികയുടേതാണ് ആഘോഷിച്ചത്? പി.കെ. റോസിയുടേതാണ്. പി.കെ. റോസിയുടെ 120ാം ജന്മദിനമാണ് എന്ത് ചെയ്തത്? ആഘോഷിച്ചത്. അടുത്ത ചോദ്യം,
എന്താണ്? കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. എന്നാണ്? 2023 ഏപ്രിൽ 25-ന്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ലോഗോ. അപ്പൊ കേരളത്തില് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-ന് നരേന്ദ്രമോദി. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോയാണ്. 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ബൊട്ടാണിക് ഗാർഡൻ ആണ്. അപ്പൊ കേരളത്തിലെ ബൊട്ടാണിക് ഗാർഡൻ ഏതാണ്? പാലോടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഇരിഞ്ഞാടപ്പിള്ളി രാമൻ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അതായത് എന്താണ് സംഭവം? ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആന ഉപയോഗിച്ചു. ആന റോബോട്ടാണ്. ഈ റോബോട്ട് ആനയുടെ പേര് ഇരിഞ്ഞാടപ്പിള്ളി രാമൻ എന്നാണ്. ഇത് ഉപയോഗിച്ച ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകമാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ്? എം ഷാജറാണ് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. വയനാട് ജില്ലയിലാണ്. മീനങ്ങാടി പഞ്ചായത്ത് എവിടെയാണ്? വയനാടാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. പായ്വഞ്ചിയിലാണ് എന്ത് ചെയ്തത്? ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയത്. അടുത്തത് 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പൂർ താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷികാരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? തിരുവനന്തപുരത്ത് പൊന്മുടിയിൽ വെച്ചാണ് നടന്നത്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ്? പൊന്മുടിയിൽ വെച്ച്.
രാജ്യത്തിന്റെ അഭിമാനമായ വീര ജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് ചെറുവയ്ക്കലാണ്. രാജ്യത്തിന്റെ അഭിമാനമായ വീര ജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് ചെറുവയ്ക്കലാണ്. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരത ഉള്ളതാക്കാൻ ഉള്ള പദ്ധതിയാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അനന്യ മലയാളം. മുൻ മന്ത്രി കെ ശൈലജയുടെ ടീച്ചറുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. എന്താണ്? മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നതാണ് കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേര്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. പത്മാലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷയാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജാണ് പയ്യന്നൂര്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജാണ് ഇത് പയ്യന്നൂര്. അടുത്ത ചോദ്യം. അടുത്തത്, സൗരയൂഥത്തിൽ ചൊവ്വഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹങ്ങളുള്ള ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33,928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖറിന്റെ. സൗരയൂഥത്തില് ചൊവ്വഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കുറെ ചിഹ്നഗ്രഹം കാണപ്പെടുന്നുണ്ട്. ഇതില് ഒരു ചിഹ്നഗ്രഹത്തിന്റെ നമ്പർ 33,928 ആണ്. ഈ ഗ്രഹത്തിനിട്ടിരിക്കുന്ന പേര് അശ്വിൻ ശങ്കറിന്റെ പേരാണ്, അശ്വിൻ ശേഖറിന്റെ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023. പേരും കൂടെ ഓർമ്മിച്ചിരിക്കുക. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ പേര് അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്നാണ്. ഈ ഒരുമയുടെ പഴമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. ഈ ഒരു കലോത്സവത്തിൽ 1ാം സ്ഥാനത്തെത്തിയത് കാസർഗോഡാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ ശ്രീ. ഏതാണ്? കുടുംബശ്രീ റേഡിയോ ശ്രീ. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17-നാണ്. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. അപ്പൊ 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കും കെ-ഫോൺ. കെ-ഫോൺ സ്റ്റാൻഡ്സ് ഫോർ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഇനിയും ബാക്കി പഠിക്കാനുണ്ട്. അത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ SCERT പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചത് അത്ര കോൺഫിഡൻസ് ഒന്നും പോരായെങ്കിൽ, നിങ്ങൾക്ക് SCERT പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് പരിചയപ്പെടുത്തുന്നത്. SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന കോഴ്സ്. ഈ കോഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ട്. സ്റ്റഡി പ്ലാൻ 1 മാസത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ റിവിഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 മാസം ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ചാപ്റ്ററിന്റെയും പിന്നെ വീഡിയോ ക്ലാസ്സും PDF നോട്ടും പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ താമസിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി LGSന് തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകം കോഴ്സ്, LDCക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് പ്രത്യേകം കോഴ്സ്, LP UPക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് പ്രത്യേകം കോഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. 2023 ജൂണില് തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസോ സെബസ്ത്യാനി. എന്താണ്? തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ചിലന്തിയാണ് ഡ്രാപ്പോസ സെബസ്ത്യാനി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാമതെത്തിയത് കേരളമാണ്. എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാമതെത്തിയ ആരാണ്? കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് പുനലൂർ നഗരസഭയിലെ കലങ്ങുംമുകള്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുംമുകൾ. സ്ഥിതി ചെയ്യുന്നത് പുനലൂർ നഗരസഭയിലാണ്.
ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ഈ ഒരു ആപ്പ് വഴി ലഭിക്കും. ആപ്പിന്റെ പേരെന്താണ്? ഈറ്റ് റൈറ്റ് കേരള എന്നാണ്. അടുത്തത്, KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ UITP അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയമാണ്. അപ്പൊ KSRTCക്ക് ഒരു അവാർഡ് കിട്ടി ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക്. എവിടെ നിന്നാണ്? ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്നാണ്. ഇതിന്റെ ആസ്ഥാനം ബെൽജിയമാണ്. എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ളയാണ്. PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണ് എന്റെ പ്രിയ കഥകൾ. കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്നത് രചിച്ചത് ചെറായി രാമദാസാണ് കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന ബുക്ക് രചിച്ചത്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാളം സിനിമയാണ് 2018. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് ആണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് ആണ് കോട്ടയം. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ്. അപ്പോൾ നമ്മുടെ കേരള നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു. ഇത് മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറിലാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി മാറ്റിയത് ഡോക്ടർ സുഷമ്മ ശങ്കറാണ്. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ മൊഴി മാറ്റിയത്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത AR. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ്? വനിതയാണ് ഗീത AR. മറക്കരുത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നിഖിത ജോബിയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്തില്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ആരാണ്? നിഖിത ജോബിയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്തില്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. രക്തദാനത്തിനായിട്ട് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഏത്? കേരള സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ്. അടുത്തത്, നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണ് ഏത്? കേരളം. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും ദാരിദ്ര്യ നിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചികയിൽ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ. അത് എറണാകുളമാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത വരുന്നത് തൃശ്ശൂരാണ്, ശക്തൻ നഗറില്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത വരുന്നത് എവിടെയാണ്? ശക്തൻ നഗറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാലം വരുന്നത് വാഗമണിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാലം വരുന്നത് എവിടെയാണ്? വാഗമണിലാണ്. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ പേരാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി നേരം.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കാണ് ഇത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്ററാണ് ഡോക്ടർ നിമ്മി എം ജോർജ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്ററാണ് ഡോക്ടർ നിമ്മി എം ജോർജ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ്? പച്ചക്കുതിര. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333 രൂപയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333 രൂപയാണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് പാളയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പാളയത്താണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. ഓപ്പറേഷൻ ഫോസ്കോസ് എന്താണ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അടുത്തിടെ കേരളത്തിന്റെ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ ആണ് പുലിക്കയം. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അന്തർദേശീയ കയാക്കിംഗ് സെന്റർ കേരളത്തിൽ നിലവിൽ വന്നു. അതാണ് പുലിക്കയം. കയാക്കിംഗ് പുലിക്കയം കോഴിക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCA ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ. അപ്പൊ ആരാണ് റിൻഷ പട്ടക്കൽ? ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCA ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നത് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. അപ്പൊ എന്താണ് സാഗർമാല? കുടുംബശ്രീ നടപ്പിലാക്കുന്നതാണ്. ഏത്? തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് നൽകുന്നതാണ് സാഗർമാല. അടുത്തത് പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. അപ്പൊ എന്താണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി? കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ചും കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരിശീലനം നൽകുന്നതാണ് ഏത്? സജ്ജം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്താണ് കോട്ടയത്തെ പള്ളിക്കത്തോട് പഞ്ചായത്ത്. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് കോട്ടയത്തെ പള്ളിക്കത്തോട്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? വിഴിഞ്ഞത്താണ്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ്. ബീറ്റ്സ് എന്താണ്? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല. എഴുത്തോല സംവിധാനം ചെയ്തത് സുരേഷ് കൃഷ്ണനാണ്. സംഗീത സംവിധാനം ചെയ്തത് മോഹൻ സിതാരയുമാണ്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ
പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല. സംവിധാനമാരാണ് സുരേഷ് കൃഷ്ണൻ. സംഗീത സംവിധാനം മോഹൻ സിത്താര. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റേറ്റ് കാർഡ്. റേഷൻ റേറ്റ് കാർഡ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അപ്പൊ അതിഥി ആപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അതിഥി ആപ്പ് എന്നാൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? അതിഥി ആപ്പ്. അടുത്തത്, വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങി സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോക ബാങ്കാണ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഇതിന് സഹായം നൽകുന്നത് ലോക ബാങ്ക്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്, ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടെറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനൈറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ചത് കേരളമാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഓപ്പറേഷൻ കോക്ടെയിൽ എന്താണ്? സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. 2023-24 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്നത് തൃശ്ശൂരാണ്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. ബോസ് കൃഷ്ണമാചാരിയാണ് കേരളീയം 2024 ലോഗോ രൂപകൽപ്പന ചെയ്തത്. കേരളത്തിന്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലെയുടെയും മറഡോണയുടെയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പത്ത് തട്ടുമ്പോൾ എന്ന ചിത്രകഥ അല്ലെങ്കിൽ എന്ന ചെറുകഥ എഴുതിയത് സുധീർ കുമാറാണ്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളത്താണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിന് അഗ്നി രക്ഷാസൈന്യം നടത്തിയ ദൗത്യമാണ് മിഷൻ സേഫ് ബ്രീത്ത്. ഏതാണ്? മിഷൻ സേഫ് ബ്രീത്ത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതനെയാണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതനെയാണ്. അടുത്തത്, തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രഞ്ചിക്സ് 2023 സംയുക്ത സൈനിക അഭ്യാസ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിലായിരുന്നു ഫ്രിഞ്ചെക്സ്. ഇതെവിടെയായിരുന്നു? തിരുവനന്തപുരം പാങ്ങോടാണ് വേദിയായത്. ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജ്. ടി പത്മനാഭന്റെ സിനിമയാക്കുന്ന ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ചെയ്തത് ജയരാജാണ്. പ്രസിഡന്റ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് INS ദ്രോണാചാര്യ. അത് കൊച്ചിയിലാണ്. പ്രസിഡന്റ്സ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് INS ദ്രോണാചാര്യ. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏത്? പെരിയാറാണ്. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാറ്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ഏത്? ഇന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസറാണ് ഇന്ദ്ര. കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? സൂര്യാംശു ആണ്. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഏത്?
സൂര്യാംശു. ഏതാണ്? സൂര്യാംശു. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം. കേരളത്തിലെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ജ്യോതി. കേരളത്തിലെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അങ്കൻ ജ്യോതി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. എന്താണ്? സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് കുട്ടിയോദ്ധാവ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് കലന്തൻ ബഷീറാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് കുട്ടിയോദ്ധാവ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പാലക്കാട് ജില്ലയായിരുന്നു, അത് ഇടുക്കി ജില്ലയായി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാട് ജില്ലയ്ക്ക് 2ാം സ്ഥാനമാണ്. അപ്പൊ പഠിക്കുക, എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് ഏതാണ്? നമ്മുടെ കേരളമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? രാജ്യത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരമാണ് കേരളത്തിന് കിട്ടിയത്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലുള്ള പുരസ്കാരമാണ് കേരളത്തിന് കിട്ടിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15. ഷെൻഹുവ 15 എന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നെത്തിയ ആദ്യത്തെ കപ്പൽ. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിങ്ങിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കോ ബാങ്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കൂൾ സ്കോളർഷിപ്പിന്റെ പേരാണ് കെടാവിളക്ക്. അപ്പൊ എന്താണ് കെടാവിളക്ക്? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പാണ് കെടാവിളക്ക്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ്. ആരാണ് ക്രിസ്റ്റോഫ് സനൂസി? 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിന്നറാണ് ആര്? ക്രിസ്റ്റോഫ് സനൂസി, പോളണ്ടുകാരനാണ്. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയ്ക്കാണ് സുവർണ ചകോരം കിട്ടിയത്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് കിട്ടിയത് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന ചിത്രത്തിനാണ്. തടവ് എന്ന ചിത്രത്തിന്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം കിട്ടിയത് ആട്ടമാണ്. ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്.
അപ്പൊ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയ്ക്കാണ് സുവർണ ചകോരം കിട്ടിയത്. രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രവുമായത് തടവാണ്. ഇത് സംവിധാനം ചെയ്തത് ഫാസിൽ റസാഖ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയത് ആനന്ദ് ഏഗർഷിയുടെ ആട്ടം എന്ന ചിത്രത്തിനാണ്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക ബനൂരി കഹിയു ആണ്. ആരാണ്? ബനൂരി കഹിയു ആണ്. ബനൂരി കഹിയു. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളില്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. ഇപ്പൊ എന്താണ് പോഷക സമൃദ്ധി മിഷൻ? കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ്? മലപ്പുറം ഫ്ലോറ ഫാന്റസി വളാഞ്ചേരിയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം മലപ്പുറത്താണ്. ഫ്ലോറ ഫാന്റസി വളാഞ്ചേരി. വരുമാനവും തൊഴിലുറപ്പും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ, എത്രയാണ്? 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഉജ്ജീവനം. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് മാനവീയമാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് മലപ്പുറമാണ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും കിട്ടി. സ്കൂൾ ഏതാണ്? കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് 1ാം സ്ഥാനത്ത് എത്തിയ സ്കൂള്. നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം. നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമാണ് BCI ഗ്ലോബൽ. ഇത് നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ ഉൾപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്തുള്ളത് ഏതാണ്? കേരളമാണ്. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. ഔദ്യോഗിക പുഷ്പമാണെങ്കിലോ പെരിയ പോളത്താലിയാണ്. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽ പരുന്താണ്. ഔദ്യോഗിക മൃഗം കാൻഡോർസ് ജെയ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ ശുദ്ധജല ആമയാണ്. അപ്പൊ കാസർഗോഡ് ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയും മൃഗവും എല്ലാം പ്രഖ്യാപിച്ചു. അപ്പൊ അത് ഏതൊക്കെയാണ്? ഔദ്യോഗിക മൃഗം കാഞ്ഞിരം, ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താലി, ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽ പരുന്താണ്, ഔദ്യോഗിക മൃഗം കാൻഡോർസ് ജെയിൻസ് സോഫ്റ്റ് ഷെൽ ടർട്ടിലാണ്. അതൊരു ശുദ്ധജല ആമയാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി എവിടെയാണ്? നേപ്പാളിലാണ്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് കണ്ണൂരിലെ വിസ്മയ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ കണ്ണൂര്. അടുത്തത് ഒരു സമര നൂറ്റാണ്ട് എന്നത് എന്താണ്? VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു സമരം നൂറ്റാണ്ട് രചിച്ചത് KV സുധാകരനാണ്.
പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് വിസാറ്റ്. വിസാറ്റ് ആരാണ് പുറപ്പെടുവിക്കുന്നത്? തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. അടുത്തത്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം തിരുവനന്തപുരത്താണ്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എറണാകുളം കൊച്ചിയില്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. അവർക്കൊരു സ്പേസ് കൊടുക്കും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്പേസ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. അപ്പോൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം, കുട്ടികളിലെ രോഗം തടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. കളിയരങ്ങിൽ സ്ത്രീ വേഷങ്ങളെ അനശ്വരമാക്കിയ മഹാനടന്റെ ആത്മകഥയാണ് സ്ത്രൈണം. സ്ത്രൈണം ആരുടേതാണ്? കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ്. കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം. എന്താണ്? കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി SCERT ഉണ്ട്, മറക്കരുത്. SCERT കംപ്ലീറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. SCERT സമഗ്രം സുന്ദരം, SCERT ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.